ഓക്കെ ഗൈസ്, രാവിലെ തന്നെ സോമൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ സിറ്റിയിലെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ആ ട്രെയിനിലാണെങ്കിൽ ഒരു സൂപ്പർ കാർ ഉണ്ട്. ആ കാറ് പക്ഷെ ഏതാ ബ്രാൻഡ് എന്ന് എനിക്കറിയില്ല. അതിപ്പോ ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, സൂപ്പർ കാർ അല്ലേ. സൂപ്പർ കാർ പിന്നെ ഭയങ്കര എക്സ്പെൻസീവാ. എന്നിട്ടായാലും നമുക്ക് ആ ട്രെയിൻ ഹൈജാക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന കാറ് നമുക്ക് അടിച്ചു മാറ്റാം. ഇത് പിന്നെ സംഭവം ഇച്ചിരി റിസ്ക് ഉള്ള പണിയാ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ട്രെയിൻ അങ്ങ് ഹൈജാക്ക് ചെയ്യാം. നമ്മൾ പിന്നെ ഇതിനു മുന്നേ ട്രെയിനൊക്കെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഒന്നും ഇല്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, കുറച്ച് വെപ്പൺസ് അങ്ങ് മേടിക്കാം. ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്യാനേ എന്തായാലും നമുക്ക് വെപ്പൺസ് വേണം. ഇതാണ് വെപ്പൺ സ്റ്റോർ. നമുക്കപ്പോൾ കുറച്ച് വെപ്പൺസ് മേടിക്കാം. Meanwhile, ഓക്കെ, ഇവിടെ ഞാനേ വെപ്പണൊക്കെ മേടിച്ചു. ഇത് പിന്നെ ഒരു മിനി ഗണാ. മിനി ഗൺ പിന്നെ നൈസ് വെപ്പണാണ് കേട്ടാ. ഇതിന് ഭയങ്കര പവറാ. നമുക്ക് ആ കാർമേ ഒന്ന് വെടിവെച്ച് നോക്കാം, അന്നേരം അത് പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ വേണ്ട, ഈ ബുഗാട്ടിമേ വെടിവെക്കാം. ഇത് കണ്ടില്ലേ, ആ കാറ് പൊട്ടിത്തെറിച്ചു. ഭയങ്കര പവറാണ് ഇത്. പക്ഷേ ലോങ് റേഞ്ച് ഫയർ ചെയ്യാൻ പറ്റില്ല കേട്ടാ. ഷോർട്ട് റേഞ്ചിൽ കുഴപ്പമില്ല, പക്ഷെ ലോങ് റേഞ്ച് പറ്റില്ല. എന്തൊട്ടായാലും കുഴപ്പമില്ല, സംഭവം നൈസ് വെപ്പണാ. നമുക്ക് ആ വെപ്പൺ വെച്ചിട്ട് ട്രെയിനൊക്കെ ഹൈജാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ രാത്രിയാണോ വരെ വെയിറ്റ് ചെയ്യണില്ല ഏട്ടാ. സാധാരണ നമ്മൾ രാത്രിയാണ് ട്രെയിനൊക്കെ ഹൈജാക്ക് ചെയ്യാറ്. ഇപ്രാവശ്യം നമുക്ക് പകൽ തന്നെ ചെയ്യാം. ഇവിടെ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയാലേ ഒരു ടണലുണ്ട്. നമുക്ക് ആ ടണലിൻ്റെ അകത്ത് കയറാം. ആ ടണലിൻ്റെ അകത്താണെങ്കിലേ ഒരാൾ പോലും ഉണ്ടാവില്ല, അതുകൊണ്ട് ആരും അറിയില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടണല്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാം. ഇത് പിന്നെ കണ്ടില്ലേ, അകത്ത് ഒരാൾ പോലില്ല, ഒരു മനുഷ്യൻ പോലില്ല. ഇവിടെ പിന്നെ CCTV ക്യാമറ പോലില്ല, അതുകൊണ്ട് ആരും അറിയാൻ പോണില്ല ഞാനാണ് ട്രെയിൻ ഹൈജാക്ക് ചെയ്തതെന്ന്. എന്നിട്ടായാലും നമുക്ക് അയ്യോ നൈസായിട്ട് തലയിടിച്ച് വീണല്ലോ. സീനില്ല. അയ്യോ, എൻ്റെ ബൈക്കിന് എന്തെങ്കിലും പറ്റിയ? ബൈക്കിനൊന്നും പറ്റിയില്ല, ചെറിയ സ്ക്രാച്ച് മാത്രം വന്നുള്ളൂ. ഈ ബൈക്ക് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് ആ ട്രെയിൻ വരണ വരെ വെയിറ്റ് ചെയ്യാം. സോമൻ പിന്നെ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞു. ആ ട്രെയിനില്ലേ, അതൊരു പാസഞ്ചർ ട്രെയിനാ. ആ ട്രെയിനിലാണ് ആ കാറ് വരാ. സാധാരണ ഗുഡ്സ് ട്രെയിനിലാണ് കാറൊക്കെ വരാറ്. ഇപ്രാവശ്യം ഒരു പാസഞ്ചർ ട്രെയിനിലാണ് വരുന്നത്. നമുക്കപ്പോൾ ആ ട്രെയിനാണ് ഹൈജാക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 8 മണി. ശരിക്കും ആ ട്രെയിനില്ലേ ഇന്നലെ രാത്രി 8 മണിക്ക് വരണ്ടേ. ആ ട്രെയിൻ പക്ഷേ 12 മണിക്കൂർ ലേറ്റാ. അതുകൊണ്ട് നമുക്ക് ഈ നേരത്ത് ഹൈജാക്ക് ചെയ്യേണ്ടി വന്നേ. ഇതിപ്പോൾ പകലായാലും കുഴപ്പമില്ല, ടണലിൻ്റെ അകത്തല്ലേ, ഒരാളും അറിയില്ല. ആ ട്രെയിൻ എന്താ വരാത്തേ? ആ ട്രെയിന് വരണവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ പിന്നെ ഒരു പവർഫുൾ വെപ്പണുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് അതിനെ തടയാൻ പറ്റും. 1 hour later. ലെറ്റ്സ് ഗോ. ആ ട്രെയിൻ എങ്ങനെ വന്നേക്കാൻ കേട്ടാ. നമുക്കപ്പോൾ ഫയർ ചെയ്യാം. ഇതെന്തത്? ഒന്നും സംഭവിച്ചില്ലല്ലോ ഗൈസ്. ആ ട്രെയിനൊന്നും സംഭവിച്ചില്ല കേട്ടാ. ഷേ, അതേ പോയില്ലോ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ട്രെയിനെ ചേസ് ചെയ്യാം. അത് മിസ്സായല്ലേ പണിപ്പാളുണ്ടാ. പിന്നെ നമുക്ക് ആ കാറ് കിട്ടില്ല. നമുക്കപ്പോൾ അതിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കാം. നമ്മുടെ കയ്യിൽ പിന്നെ ഡ്യൂക്ക് 250 ഉള്ളേ. ഇത് പിന്നെ നൈസ് ബൈക്കാ. ഈ ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ട്രെയിനിനെ സുഖമായിട്ട് ചേസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ട്രെയിനിനെ ചേസ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. അയ്യോ, ആ ട്രെയിനിപ്പോൾ ഭയങ്കര സ്പീഡിൽ പോകണ്ടല്ലോ. എന്നിട്ട് എന്താ കാര്യം, ആ ട്രെയിന് 12 മണിക്കൂർ ലേറ്റാ. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ എങ്ങനെയൊക്കെയോ ആ ട്രെയിൻ ഓവർടേക്ക് ചെയ്തു. നമുക്കപ്പോൾ വീണ്ടും ഫയർ ചെയ്യാം. ഒരു മിനിറ്റ്, ആ ട്രെയിനിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടുട്ടാ. എനിക്ക് തോന്നണതേ ആ ട്രെയിനിൻ്റെ എൻജിൻ കേടായെന്നാ. ഇത് കണ്ടില്ലേ, ആ ട്രെയിൻ അവിടെ നിന്നു. ഇതപ്പോൾ പറ്റിയ സമയാ, നമുക്കിനി ആ കാറങ്ങ് അടിച്ചു മാറ്റാം. ഈ ഭാഗത്ത് പിന്നെ എനിക്ക് ആൾക്കാരെയൊന്നും കാണാനില്ല, അതുകൊണ്ട് ആരും ഒന്നും അറിയാൻ പോണില്ല. ആ കാറ് മിക്കാരും ഈ ബോഗിയിലാവും ഉണ്ടാവുക. നമുക്കപ്പോൾ ഈ ബോഗി അങ്ങ് ഓപ്പൺ ആക്കാം. ആ കാറ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നാലും ആ കാറ് ഏതായിരിക്കും? സോമപ്പനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു റയർ കാറാന്ന്. ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല എന്ന്.
എന്നിട്ടായാലും നോക്കി നോക്കാം. A few moments later. ഓക്കെ, നമ്മളങ്ങനെ ആ കാറ് പുറത്തേക്ക് ഇറക്കി. ഇതാണ് ആ കാറ്. ഇത് പിന്നെ ഒരു സൂപ്പർ കാറാ. എന്നാലും ഇതേതാ കാറ്? ഏതാ ബ്രാൻഡ്? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു കാറ് കാണണേ. എന്നിട്ടായാലും ഈ കാറ് കുഴപ്പമില്ലേട്ടാ. ബാക്കിൽ ഒരു വലിയ സ്പോയിലറും പിന്നെ 2 എക്സോസ്റ്റും ഉണ്ട്. ഈ വണ്ടിയിൽ സ്പീഡ് ഉണ്ടാ? ആ സൂപ്പർ കാറല്ലേ. സൂപ്പർ കാറാകുമ്പോൾ നല്ല സ്പീഡിൽ പോവും. എന്നാലും കുഴപ്പമില്ലേട്ടാ, സംഭവം നൈസ് വണ്ടിയാ. ഈ കാറിപ്പോ നമ്മള് സ്വന്താക്കണ വിൽക്കണ? ഞാനിപ്പോ ഇത് ആലോചിക്കണേ. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ കാറങ്ങ് വിൽക്കാം. ഇതൊക്കെ വിറ്റാലേ നമുക്ക് കുറെ ക്യാഷ് കിട്ടും. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറ്. ഒരു കാർ അടിച്ചു മാറ്റിയ അപ്പം തന്നെ വിൽക്കും. നമുക്കപ്പോൾ ഇതും കൂടി വിൽക്കാം. ഇത് പക്ഷെ സംഭവം നൈസ് കാറാ. എനിക്ക് കാറ് ഭയങ്കര ഇഷ്ടമായി. ഓടിക്കാനായിട്ടേ നല്ല രസമുണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവര് ചാനൽ കൂടെ സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.